സാധാരണ എനിക്ക് സാരി കൊടുക്കണം ഒരു അരമണിക്കൂർ മിനിമം വേണം. ഇതൊരു 10 മിനിറ്റിൽ തന്നെ സാരി റെഡി ആയിട്ടുണ്ട്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഐറ്റം തന്നെയാണ്. ഒരു 150 രൂപ പ്രൈസ് വന്നിട്ടുണ്ട്. സാരി ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഐറ്റമാണ് കേട്ടോ. ഒരു 30 ദിവസം മതിട്ടോ. അതെ, നമ്മുടെ ചീരയൊക്കെ വിളവെടുക്കാറായിട്ടോ. എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മളൊന്നും തന്നെ വളങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടിയില്ല. ആഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിയൊക്കെ വെച്ചായിരുന്നു, പക്ഷേ നല്ല പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ആ സന്തോഷം എല്ലാവരോടും അറിയിക്കും. ഇതൊരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ സാരി. നല്ല രീതിയിൽ തന്നെ ഒതുങ്ങി തന്നെ നിൽക്കുന്നുണ്ട്. ഹായ്, എൻ്റെ പേര് രേവതി. എൻ്റെ ചാനലിൻ്റെ പേര് രേവതി റൂട്ട്സ് ആൻഡ് റൂട്ട്സ് എന്നാണ്. നമ്മളിപ്പോൾ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഹെൽത്ത് റിലേറ്റഡ് കണ്ടൻറ്റാണ് കേട്ടോ. ഇപ്പോൾ ചൂട് സമയമല്ലേ, നമ്മൾ ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സും അതുപോലെ ഫുഡ് ഐറ്റംസൊക്കെയാണ് നമ്മളിപ്പോൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ. ഈ സാരി ഇഷ്ടമായോ? സാരി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ അത് ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ സാരി. നല്ല രീതിയിൽ തന്നെ ഒതുങ്ങി തന്നെ നിൽക്കുന്നുണ്ട്. സാധാരണ എനിക്ക് സാരി കൊടുക്കണം ഒരു അരമണിക്കൂർ മിനിമം വേണം. ഇതൊരു 10 മിനിറ്റിൽ തന്നെ സാരി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പിന്നും പോലും കുത്തിയിട്ടില്ല, പക്ഷെ നല്ല ആ ഒരു ഒതുങ്ങി തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്ലൗസ് ആണെങ്കിൽ അറ്റാച്ച്ഡ് ബ്ലൗസ് അല്ല, ഞാനിതിൻ്റെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത ഐറ്റമാണ്. ഒരു ബനിയനായ നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഐറ്റം തന്നെയാണ്. ഒരു 150 രൂപ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതിൻ്റെ ബ്ലൗസിൽ തന്നെ ഈ ബ്ലാക്കിൽ ഈ ഗോൾഡ് അറ്റത്ത് ബോർഡർ വരുന്ന ഒരു കരയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിതിൻ്റെ ടാഗ് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇത് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ഇതിന് പല കളേഴ്സും ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഈ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പേഴ്സണലി എനിക്ക് ഈ കളറിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതാണ് എടുത്തത്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് നോക്കാം. ഇതാണ് കേട്ടോ സാരിയുടെ മുന്താണി വരണേ. നോക്കൂ, ഇതൊരു കോട്ടൺ മിക്സാണ് വരുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെയുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ കൃഷി ചെയ്താണ് ഇവിടെ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ചീര ഉണ്ട്. നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടായി വരണേ ഉള്ളൂ. അപ്പോൾ ചീര ഒരു 30 ദിവസമൊക്കെ മതി കേട്ടോ ചീര റെഡി ആയി കിട്ടാനായിട്ട്. നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ ചീര നല്ല പോലെ നനച്ചു കൊടുക്കണം. അപ്പം നമ്മൾ 2 നേരം നനച്ചു കൊടുക്കുന്നുണ്ട്. ദേ ഇലയിലും ഇതുപോലെ നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ കടയിൽ വെള്ളം ഒഴിക്കും, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇങ്ങനെ ഇലയിലും കൂടി ഒന്ന് നനച്ചു കൊടുക്കും. അപ്പം നല്ല ഉഷാറായിട്ട് തന്നെ ചീര നിൽക്കും കേട്ടോ. അപ്പം നമുക്ക് ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഹായ്, കണ്ടോ, വലിയ ഇലയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കണ്ടോ, നല്ല ഇലയാണ്, വലിയ ഇലയാണ് കേട്ടോ. നമ്മളിതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണ വളം കൊടുക്കാറുണ്ട്. ഞാൻ ഈ പ്രാവശ്യം വിട്ടുപോയതാണ്, സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പം അതുകൊണ്ട് പറ്റിയതാണ്. പക്ഷെ നല്ല പോലെ അതെ ഇല ഇപ്പോൾ ഒരു ചൂടായതുകൊണ്ട് കേട്ടോ ഒന്ന് വാടി നിൽക്കണേ. നല്ല വലിയ ഇലയാണിത്. ഈ ചീര നടണതിന് മുന്നേ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഇളക്കമുള്ള മണ്ണാക്കി കൊടുത്തേക്കണേ. അപ്പം ഞാൻ ആദ്യം കുറച്ച് മണ്ണിട്ടു, പിന്നെ അതിലേക്ക് നമ്മൾ വേസ്റ്റുകളായിട്ടുള്ള ഇലകൾ, പിന്നെ അതുപോലെ വാഴയുടെ തണ്ട് എല്ലാം നമ്മൾ ഇട്ടിട്ടാണ് പിന്നെയും കുറച്ച് മണ്ണിട്ട് അങ്ങനെ നമ്മൾ ലെയർ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചീര നട്ടേ. അപ്പൊ റെഡിയാക്കി വെച്ച മണ്ണിൽ നമ്മളൊരു 15 ദിവസം മുന്നേ തന്നെ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേട്ടോ നമ്മൾ ചീര നടാൻ നോക്കിയേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളം ചേർക്കേണ്ടതായിരുന്നു, വളം ചേർക്കാൻ സമയം കിട്ടിയില്ല. പക്ഷെ അതില്ലെങ്കിലും ചീര വളരുന്ന എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ സാധാരണ ഞാൻ വളം ചേർക്കേണ്ടതായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ചീരയുടെ ഇലയൊക്കെ നല്ല വലിയ ഇലയാണ് കേട്ടോ. നല്ല സൈസും ഉണ്ട്. നമുക്കൊരു 3-4 എണ്ണം മതി കേട്ടോ നമുക്കൊരു നേരത്തേക്ക് ഉപ്പേരി വെക്കാനായിട്ട്. അത്ര എടുത്താൽ മതി. കണ്ടോ, നമ്മൾ ആകെ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. പക്ഷെ നോക്കൂ, ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു 4-5 എണ്ണം കട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്നൊരു ചീര തോരനും ഒരു അവിയലും ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ദേ നോക്കൂ, ഇവിടേക്ക് നമ്മൾ കുറച്ച് മാറ്റിയൊക്കെ നട്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ കണ്ടോ, ഇലയൊക്കെ കണ്ടോ, നല്ല വലിയ ഇലയാണ്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയുടെ അത്ര തന്നെ ഉണ്ട് കേട്ടോ ഇലയുടെ വലിപ്പമൊക്കെ. കണ്ടോ, ഇത്രയുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടും കുറച്ച് നാറ്റി ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അതിൻ്റെ വലിയതാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്കിതൊന്ന് റെഡി ആക്കി എടുക്കാം. കൂടെ നമ്മൾ കുറച്ച് പച്ചക്കറികളോട് നട്ടിട്ടുണ്ട് കേട്ടോ. അതെ, കുറച്ച് പയർ നട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് തക്കാളി നട്ടിട്ടുണ്ട്, അതുപോലെ കുറച്ച് വഴുതന നട്ടിട്ടുണ്ട്. തക്കാളിക്കൊക്കെ വളം ചേർക്കണം കേട്ടോ, നമ്മൾ ആഡ് ചെയ്യാൻ പോണേ ഉള്ളൂ.
എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഇനി ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി ഇതുപോലത്തെ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ലൈക്കും കമൻസും എല്ലാം ചെയ്യണേ, സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.